ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ 5 കൊടും ഭീകരരെ വധിച്ചെന്ന NDTVയുടെ റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. ലഷ്കർ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻചാർജ് മുദാസർ, ഹാഫിസ് മുഹമ്മദ് ജമീൻ, മുഹമ്മദ് യൂസഫ് അസർ, മുഹമ്മദ് ഹാസർ ഖാൻ തുടങ്ങിയവർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രത്യാക്രമണം ഇന്ത്യ നടത്തിയിരുന്നു. അതിലാണിപ്പോൾ 5 കൊടും ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് NDTVയുടെ റിപ്പോർട്ടായി വരുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിശദീകരണവുമായി ചേരുന്നത്. ശ്രീജിത്ത്, 5 കൊടും ഭീകരരെ വധിച്ചു എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള പ്രത്യാക്രമണം തന്നെയാണ് രാജ്യം നടത്തിയത് എന്ന് വ്യക്തമാക്കാം. ഈ വാർത്ത എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. സ്വാതി, കഴിഞ്ഞ മെയ് 7-ന് അതായത് ഇന്ത്യയിൽ മോക്ക് ഡ്രിൽ നടത്തിയ ദിവസമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നതും ആ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ സൈന്യം അത് വർക്കൗട്ട് ചെയ്ത് വളരെ രൂപത്തിൽ വിജയിപ്പിച്ചു എന്ന് നമുക്കറിയാവുന്നതാണ്. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത അന്ന് തന്നെ മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞതാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ഭീകരർ അല്ലെങ്കിൽ അവർ ഏതൊക്കെ സംഘടനകളിൽ പെട്ടവരാണ്, അവർ ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾ, അവരുടെ റോൾ എന്താണ് എന്ന കാര്യത്തിലൊക്കെ വ്യക്തതകൾ വരേണ്ടിയിരുന്നു. ഇപ്പോഴാണ് പേരുകൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി മെയ് 7-ന് ഇന്ത്യ നടത്തിയ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 5 ഭീകരരുടെ പേരുകളാണ് പുറത്തു വരുന്നത്. അതിൽ 3 പേർ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അതിലൊന്ന് മുദാസർ ഖാദിയാൻ ഖാസ്. അദ്ദേഹം ജെയ്ഷെ മുഹമ്മദിൻ്റെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്തെ തലവൻ കൂടിയാണ് അദ്ദേഹം, ആ ഭീകരൻ. അതിനുശേഷം ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസഫ് അസർ. ഈ മുഹമ്മദ് യൂസഫ് അസർ എന്ന് പറയുന്നത് മസൂദ് അസറിൻ്റെ, ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ഭീകരൻ മസൂദ് അസറിൻ്റെ ബന്ധു കൂടിയാണ്. ഒപ്പം തന്നെ മുഹമ്മദ് ഹാസൻ ഖാൻ. ഈ പേരുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 5 ഭീകരർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് 5 ഭീകരരുടെ പേരുകളാണ്. ഈ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. NDTV ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ഈ പേരുകൾ പുറത്തുവിടുന്നത് NDTV ആണ്. ശേഷം മറ്റ് മാധ്യമങ്ങൾ കൂടി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ മുഹമ്മദ് യൂസർ അസറും മുദാസർ ഖാദിയൻ ഖാസും മുഹമ്മദ് ഹാസൻ ഖാനും ഹാഫിസ് മുഹമ്മദ് ജമീലും ഒപ്പം തന്നെ മുഹമ്മദ് ഹസൻ ഖാൻ, അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരനാണ്. അദ്ദേഹം ഭീകരനാണ്. ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്ന് പറയുന്നത് ലഷ്കർ ഇ തോയ്ബ ഭീകരനാണ്. ഒപ്പം തന്നെ മുഹമ്മദ് യൂസഫ് അസർ, അത് മഹമ്മൂദ് അസറിൻ്റെ, ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരൻ മഹമ്മൂദ് അസറിൻ്റെ സഹോദരനും ബന്ധുവും കൂടിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഇവരെ മെയ് 7-ന് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം, ഇന്ത്യയുടെ തിരിച്ചടി, അത് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നതാണ്. ഇത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ഒരിക്കലും സൈനിക കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രത്തിലേക്കോ അല്ല ഇന്ത്യയുടെ ആക്രമണം എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ പേരുകൾ കൂടി. അതായത് ഭീകരരാണ് കൊല്ലപ്പെട്ടുള്ളത്. അത് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും, അതായത് 3 പേർ, ഈ പേരുകളിൽ 3 പേർ ജെയ്ഷെ മുഹമ്മദ് സംഘടനയിൽപ്പെട്ടവരാണ്. മറ്റ് 2 പേർ അത് ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ടവരാണ്. ഈ ഭീകരരെല്ലാവരും അതുകൊണ്ട് തന്നെ ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യം സ്ഥിരീകരിക്കാൻ, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കാൻ, തെളിവുകൾ സഹിതം നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആളുകളെ സംബന്ധിച്ച് ഈ മസൂദ് അസറിൻ്റെ ബന്ധു, ഇന്ത്യ ദീർഘകാലമായി തേടിക്കൊണ്ടിരിക്കുന്ന മസൂദ് അസറിൻ്റെ ബന്ധുവിനെ സംബന്ധിച്ച്, ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട ഭീകരനെ സംബന്ധിച്ച് ഈ പേരുകളെല്ലാം ഇന്ത്യ തേടിക്കൊണ്ടിരുന്നതാണ്. കാലാകാലങ്ങളായി ഇന്ത്യയിൽ അതിർത്തി കടന്ന് ഭീകരപ്രവർത്തനവും ഭീകരവാദവും നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ 5 പേരും ഒരുപക്ഷെ ഇന്ത്യ തേടിക്കൊണ്ടിരുന്നവരാണ്. ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ, അതായത് വലിയ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പേരുകളാണ് ഇവരെല്ലാവരും. ഈ 5 പേരെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എടുത്ത നടപടി കൂടുതൽ ശക്തമായി തെളിവുകളായി, അതായത് ജനവാസ കേന്ദ്രത്തിലേക്കോ സൈനിക കേന്ദ്രത്തിലേക്കോ അല്ല എന്ന് കൂടുതൽ തെളിയിക്കാൻ കഴിയുന്ന തെളിവുകളും പേരുകളുമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. അതിൽ മുദാസിർ ഖാദിയാൻ ഖാസ് എന്ന് പറയുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരനാണ്. മർക്കസ് തൈബ, അതായത് ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം അത് പാകിസ്ഥാനുള്ളിൽ കടന്ന് ഇന്ത്യ നടത്തിയ 4 കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രമായിരുന്നു മർക്കസ് തൈബ. അത് മുരിദിക്കയിലായിരുന്നു. മുരിദിക്കയിലെ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രധാനപ്പെട്ട ഭീകരന്മാരിൽ ഒരാളാണ് മുദാസിർ ഖാദിയാൻ ഖാസ് എന്ന് പറയുന്ന വ്യക്തി. ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരനാണ്. പാകിസ്ഥാൻ സൈന്യം ആ തെളിവ് കൂടിയാണ് ഇപ്പോൾ. അത് വലിയ സുപ്രധാനമായ കാര്യമാണ്. ഈ ഭീകരൻ വധിച്ച ശേഷം അയാളുടെ ശവസംസ്കാരം നടത്തിയത്
നടത്തിയത് പാകിസ്ഥാൻ സൈന്യമാണെന്നൊരു തെളിവ് കൂടി ഇന്ത്യ ഇപ്പോൾ വിക്രം മിശ്രി, നേരത്തെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ പേരുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചാബ് പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട മേഖലയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അയാളുടെ ശവസംസ്കാരമാണ് പാകിസ്ഥാൻ പ്രവിശ്യയിൽ നടന്നിട്ടുള്ളത്. അത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അതോടൊപ്പം തന്നെ ഹാഫിസ് മുഹമ്മദ് ജമീൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ജെയ്ഷെ മുഹമ്മദിൻ്റെയും മസൂദ് അസറിൻ്റെ ബന്ധു കൂടിയാണ്, വളരെ അടുത്ത ബന്ധു കൂടിയാണ് ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്ന് പറയുന്നത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ എന്ന സംഘടനയിൽപ്പെട്ട ഭീകരനാണ് അദ്ദേഹം. അയാൾ മർക്കസ് സുബാൻ അല്ല എന്ന് പറയുന്ന ബഹവൽപൂരിലെ, അതായത് ഈ ഭീകരാക്രമണത്തിൽ ആദ്യം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഇന്ത്യ വരുത്തി വെച്ച ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്ത് ആണ് ഇയാൾ ഉണ്ടായിരുന്നത്. ഇയാളും കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ഈ ഭീകരന് വേണ്ടി ഇന്ത്യ കാലങ്ങളായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹാഫിസ് മുഹമ്മദ് ജമീൽ. അതുമാത്രവുമല്ല, ജെയ്ഷെ മുഹമ്മദിൻ്റെ തന്ത്രപ്രധാനമായ ഭീകരാക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ ഹാഫിസ് മുഹമ്മദ് ജമീൽ. മൂന്നാമത്തെ ആൾ മുഹമ്മദ് യൂസഫ് അസറും ജെയ്ഷെ മുഹമ്മദിൽപ്പെട്ട ആ ഭീകര സംഘടനയിൽപ്പെട്ട ആളാണ്. അയാൾ മൗലാന മസൂദ് അസറിൻ്റെ സഹോദരനാണ്. കൂടുതൽ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നത്, പരിശീലനം നൽകുന്നത് ഈ മുഹമ്മദ് യൂസഫ് അസറിൻ്റെ നേതൃത്വത്തിലാണ് എന്നൊരു വിവരം കൂടിയാണ് ഇന്ത്യൻ സൈന്യം പുറത്തുവിടുന്നത്. നിരവധി തട്ടിക്കൊണ്ടുപോകൽ, അതായത് ആളുകളെ സൈന്യത്തിലുള്ള ആളുകളെ, ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയാണ്. മറ്റൊന്ന് ഖാലിദ് ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരനാണ്. ആ ഖാലിദ് എന്ന പേര് കൂടിയാണ് ഇപ്പോൾ അഞ്ചാമത്തെ പേരായി നമ്മൾക്ക് നൽകാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ പറയാതിരുന്ന പേരാണ് ഖാലിദ്. അത് അബു അസ്കദ എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരനാണ്. ജമ്മു കാശ്മീരിലെ നിരവധി തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേസുകളുള്ള വ്യക്തിയാണ്, ഭീകരനാണ് ഇയാൾ. ആയുധക്കടത്ത് നടത്തുന്നതിൽ ആ രംഗത്താണ് ഇയാൾ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. നിരവധി കാലമായി ഇന്ത്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഭീകരൻ കൂടിയാണ്. ഏറ്റവും അഞ്ചാമത്തെ ആൾ മുഹമ്മദ് ഹസൻ ഖാൻ, ജെയ്ഷെ മുഹമ്മദിൽപ്പെട്ടയാളാണ്. അങ്ങനെ 5 പേരാണ്. അതായത് മുഹമ്മദ് ഹസൻ ഖാൻ ജെയ്ഷെ മുഹമ്മദ്, ഖാലിദ് അബു അക്ഷ എന്ന് പറയുന്ന ഖാലിദ് ലഷ്കർ ഇ തോയ്ബ ഭീകരൻ, മറ്റൊന്ന് മുഹമ്മദ് യൂസഫ് അസർ, അത് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ. ഏറ്റവും സുപ്രധാനമായ പേരുകളിലൊന്നും ഹാഫിസ് മുഹമ്മദ് ജമീൽ, അതും ജെയ്ഷെ മുഹമ്മദ്, നേരത്തെ നമ്മൾ പറഞ്ഞ മസൂദ് അസറിൻ്റെ സഹോദരൻ. ഒപ്പം ഏറ്റവും മറ്റൊരു പേരായ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിൽപ്പെട്ട മുസാദിർ ഖാദിയാൻ ഖാസ്, അയാൾ കൂടിയാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ 5 പേരുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെല്ലാവരും തന്നെ മെയ് 7 ഇന്ത്യ നടത്തിയ ഭീകരാക്രമണത്തിൽ, അതിലേറ്റവും പ്രധാനം ബഹവൽപൂരിലും മുരിദിക്കയിലും ഇന്ത്യ നടത്തിയ ഭീകരാക്രമണം. നമുക്കറിയാം, ഇത് രണ്ടും ബഹവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയും മുരിദിക്കയിൽ ലഷ്കർ ഇ തോയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങളിലേക്കാണ്. ഏതാണ്ട് അന്ന് നമ്മൾ വളരെ വിശദമായി പറഞ്ഞിരുന്നതാണ്, മുരിദിക്കയിലെ ഭീകര കേന്ദ്രം ഏതാണ്ട് 200 കിലോമീറ്ററോളം, 200 ഏക്കറിൽ 200 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന വലിയ കേന്ദ്രമാണ്, വലിയ ഭീകര കേന്ദ്രമാണ്. അത് അവരുടെ പ്രബോധന മതപഠന കേന്ദ്രമെന്ന് അവർ അവകാശപ്പെടുന്നത്, ലഷ്കർ ഇ തോയ്ബ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അതങ്ങനെയല്ല, അത് വലിയ ഭീകര കേന്ദ്രമാണ്. ഭീകര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ സംഭരിക്കുന്നു, പരിശീലനം നൽകുന്ന കേന്ദ്രമാണെന്ന് നമ്മൾ എക്സാർ വഴി നമ്മൾ മാധ്യമങ്ങൾ നൽകിയ വാർത്തയാണത്. അതിനപ്പുറത്തേക്ക് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രത്തിലാണ് ഈ മുസാദിർ ഖാദിയാൻ ഖാസ് കൊല്ലപ്പെടുന്നത്. അയാൾ അവിടെ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് വലിയ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. സ്വാതി.